കാണുന്നുണ്ട്. പ്രൊഫസർ എ ജി ജോർജ്, ഇപ്പോഴുണ്ടായിരിക്കുന്നത് അതായത് കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. വളരെ വലിയ തിരിച്ചടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് അടക്കമുണ്ടായിരിക്കുന്നത്. എല്ലാവരും അഡ്മിഷന് വേണ്ടുന്ന നടപടിയിലേക്കൊക്കെ തന്നെ കടന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഫലമടക്കം റദ്ദാക്കിയിരിക്കുന്നത്. എവിടെയാണ് ഇവിടെ വീഴ്ച സംഭവിച്ചത്? മേഘ, ഈ വളരെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ കൂടെ കുട്ടിച്ചോറാക്കിയ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കീം പരീക്ഷയ്ക്കുണ്ടായ ദുരന്തം. ഇത് കഴിഞ്ഞ വർഷം ഉത്ഭവിച്ച ഒരു പ്രശ്നമാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ കീം പരീക്ഷയിൽ കേരളത്തിലെ സിലബസ് അനുസരിച്ച് പഠിച്ച വിദ്യാർത്ഥികളെല്ലാം പിന്നാക്കം പോവുകയും CBSE ISE പഠിച്ച കുട്ടികൾക്ക് എപ്പോഴും മുൻതൂക്കം കിട്ടുകയും ചെയ്യുന്ന വ്യാപകമായ പരാതി കഴിഞ്ഞ പരീക്ഷ 2024 പരീക്ഷയിൽ ഉണ്ടായി. അത് വലിയൊരു ബഹുജന പ്രതിഷേധം പോലെ വന്നപ്പോൾ ഈ വർഷമെങ്കിലും അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന വിചാരത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പണ്ഡിതന്മാരും നമ്മുടെ ഇപ്പോഴത്തെ പ്രഗത്ഭയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ വളരെ ഗഹനമായി ആലോചിച്ച് ഒരു പുതിയ പരിഷ്കാരത്തെ കൊണ്ടുവരാനായിട്ടുള്ള സമിതിയെ ഏൽപ്പിച്ചത്. വലിയ സങ്കീർണമായ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ 3 പരീക്ഷാക്രമത്തിലുള്ള ISE, CBSE സംസ്ഥാന സിലബസിലെ പരീക്ഷകളുടെ 12ാം ക്ലാസ്സിലെ മാർക്കും അതോടൊപ്പം തന്നെ കീം പരീക്ഷയിൽ കിട്ടുന്ന മാർക്കും കൂടെ ചേർത്ത് ഒരു ഫോർമുല ഉണ്ടാക്കുന്നത്. അതാണ് ഇതിന്റെ ശാസ്ത്രീയമായ രീതി. അത് കഴിഞ്ഞ വർഷം ഒരു ഫോർമുല അനുസരിച്ച് നടത്തിയപ്പോഴാണ് ഈ ആക്ഷേപം ഉണ്ടായത്. ആ ആക്ഷേപം പരിഹരിക്കുന്നതിനാണ് ഈ വർഷം ആ ഫോർമുല പരിഷ്കരിച്ച് ഒരു പുതിയ ഫോർമുല കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞ വർഷത്തേന് നേരെ വിരുദ്ധമായി CBSE ISE പഠിച്ച കുട്ടികൾ പിന്നാക്കം പോവുകയും കേരള സിലബസ് പഠിച്ച കുട്ടികൾ മുന്നാക്കം പോവുകയും വന്നപ്പോഴാണ് വീണ്ടും പ്രശ്നമുണ്ടായത്. ഇങ്ങനെ വന്നപ്പോൾ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു CBSE വിദ്യാർത്ഥിനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിട്ടിന്റെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അവര് പറഞ്ഞത്, അവരുടെ അപേക്ഷയിൽ പറയുന്നത്, ഞങ്ങൾ CBSE എന്ന് പറയുന്നത് ദേശീയ സിലബസ് ആണ്, കേന്ദ്ര സിലബസ് അനുസരിച്ച് പഠിച്ച് ഞങ്ങൾ പരീക്ഷ എഴുതി, പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസിന്റെ രീതിയിൽ മാർക്ക് കിട്ടത്തില്ല, മൂല്യനിർണയത്തിന്റെ രീതിയൊക്കെ വ്യത്യാസമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നാക്കം പോകുന്നത് ശരിയല്ല, ഈ ഫോർമുല ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ല എന്നായിരുന്നു അവര് കൊടുത്ത ഹർജിയിലെ വാദം. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു കാര്യം മേഘ കാണേണ്ടത്, ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള നിഷ്കരങ്കരായിട്ടുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്ന കാര്യം മറക്കരുത്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിന്റെ പരമാവധി ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇതിന്റെ സ്ഥാനങ്ങളിൽ, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ താഴോട്ടുള്ളവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ അവിടെ നമ്മൾ സ്ഥിരമായി എന്തെങ്കിലും പരാജയം ഉണ്ടായാൽ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു വലിയ പ്രസ്താവനയാണല്ലോ ഉദ്ധരിക്കാറുള്ളത്, സിസ്റ്റം തകരാറിലായി. സിസ്റ്റം തകരാറിലായെങ്കിൽ അത് നോക്കാൻ ഉത്തരവാദപ്പെട്ട മന്ത്രിക്ക് വേറെ പണി എന്താണെന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പൊ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഏകദേശം അത് പറയാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ സിസ്റ്റം തകരാറായി നേരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാതെ ഇറങ്ങിപ്പോയി ഇത് നേരെ ചൊവ്വേ നടത്താൻ വല്ലവരും ഉണ്ടെങ്കിൽ, ഇനി 10 മാസമേ ഉള്ളൂ, ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുന്നതാണ് കാർമ്മികമായി ചെയ്യേണ്ടത്. അത് നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ ശാസ്ത്രീയമായി ഇത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുട്ടുശാന്തി പരിപാടി കൊണ്ട്, തട്ടിക്കൂട്ട് പരിപാടി കൊണ്ട് നടക്കില്ല. അതിപ്രഗത്ഭന്മാരായിട്ടുള്ള IIT പോലെ NIT പോലുള്ള സ്ഥാപനങ്ങളിലെ പ്രൊഫസർമാരെ വെച്ച് ഒരു ഉന്നത വിദഗ്ധ സമിതി ഇതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല പുനർനിർണയിച്ച് യഥാർത്ഥത്തിൽ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും CBSE ആകട്ടെ ISE ആകട്ടെ സംസ്ഥാന സിലബസ് ആകട്ടെ ന്യായമായ രീതിയിൽ അർഹിക്കുന്നവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഇത് പുനരാവിഷ്കരിക്കാനേ സാധിക്കുകയുള്ളൂ. മേഘ, ഇതിന്റെ വേറൊരു ദുരന്തം കൂടെ ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുട്ടികൾ ആകെ കൂടെ ഇപ്പോൾ ആശങ്കയിലാണ്, അവരെ രക്ഷിതാക്കളും. കാരണം ഇനിയും ഒരു കീം പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് അസാധ്യം. 2, ഈ റാങ്ക് ലിസ്റ്റ് പുനർനിർണയിക്കുക എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രക്രിയയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ പായാൻ പോവുകയാണ്. ഇതാരും കാണുന്നില്ല. കർണാടക, തമിഴ്നാട് സ്റ്റേറ്റുകളിലേക്ക് ഇപ്പൊ പ്രവാഹം ഇന്നു മുതൽ ഉണ്ടായി തുടങ്ങും. കാരണം ഇവിടെ അനിശ്ചിതത്വമുണ്ട്.
മേഘയുടെ ആണെങ്കിലും എന്റെ ആണെങ്കിലും കുട്ടിയോ അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ കുട്ടികളെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം ഇങ്ങനെ അനിശ്ചിതമായി കാത്തിരിക്കാനായി സാധിക്കും? അപ്പൊ രക്ഷിതാക്കളും കുട്ടികളും പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം. അവിടെ ഇഷ്ടം പോലെ കോയമ്പത്തൂരൊക്കെ ഒരു മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി വർഷം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ കുട്ടികൾ ഈ ഒരു സമീപനം സ്വീകരിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. അത് പക്ഷേ നിസ്സാരമല്ല. സാധാരണക്കാരായ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പോയി താമസിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് രൂപ ചെലവഴിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മേഘ, നമ്മുടെ ഈ നാട്ടിലെ ഈ വിദ്യാഭ്യാസ പ്രവർത്തകരും നേതാക്കന്മാരും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിരുത്തരവാദപരമായി യാതൊരു പ്രാപ്തിയുമില്ലാതെ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് നിരാധാരരായിട്ടുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും ആശ്ചര്യമായി ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്നു എന്ന ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറെ നമ്മുടെ സംസ്ഥാനം ആകെ കൂടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പുലപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്നുണ്ടല്ലോ. നമ്മൾ കണ്ടല്ലോ, ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ നിയന്ത്രിക്കുന്ന കേരള സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ഇന്നലെ കയ്യേറിയതായിട്ടുള്ള ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതാണോ ഇവിടുത്തെ ഗുണനിലവാരം? ഇതാണോ നമ്മൾ ഉന്നത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സർവകലാശാലയിലെ അന്തരീക്ഷം? ഒരു ന്യായീകരണ തൊഴിലാളി പറയുന്നത് കേട്ടു, വിദേശ രാജ്യങ്ങളിൽ 1000-കണക്കിന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നുവെന്ന്. ശുദ്ധ അസംബന്ധമല്ലേ ഈ പറയുന്നത്? വിദേശ രാജ്യത്തു നിന്ന് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കോളർഷിപ്പ് ഗ്ലോബൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്രകാരം വല്ല പൈസയും കൊടുത്ത് ഏതെങ്കിലും താരതമ്യേന അവികസിത രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെയും ഇവിടെയൊക്കെ കുറെ കുട്ടികൾ വരുന്നതാണ്. ഇവിടുത്തെ ഗുണനിലവാരം കണ്ടുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ പ്രഘോഷിക്കും. അതുപോട്ടെ, അത് മറ്റൊരു വിഷയം. ഇപ്പൊ ഇവിടെ പറയാൻ ഞാൻ ശ്രമിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തുന്ന ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ വേണ്ടത്ര അവധാനതയോടുകൂടിയല്ല, ജാഗ്രതയോടുകൂടിയല്ല. ഇതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇതിന് സമാധാനം പറഞ്ഞെങ്കിലേ മറ്റുള്ളൂ. അവരുടെ കീഴിൽ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന്റേതായി നടത്തുന്ന പരീക്ഷാ കമ്മീഷൻ ഓഫീസ് അത് സമഗ്രമായി പരിഷ്കരിക്കണം. ഡെപ്യൂട്ടേഷൻ പിൻവാതിൽ നിയമനങ്ങളിലൂടെ എവിടെയെങ്കിലും കുറെ ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് സമ്പ്രദായം അവസാനിപ്പിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. പക്ഷേ അത് എത്ര സ്വീകരിച്ചാലും ഇനിയിപ്പോ കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണെങ്കിൽ വീണ്ടും കാലതാമസം ഉണ്ടാകും. മേഘ നോക്കിക്കൊള്ളൂ, നമ്മുടെ കുട്ടികൾ ക്രമേണ ഇപ്പോൾ അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരുക്കം ഇപ്പോൾ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ടതില്ല. വളരെ കൃത്യമാണ് അങ്ങ് പറഞ്ഞത്. വളരെ നന്ദിയുണ്ട് സർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.